എനിക്ക് പല ഭാവങ്ങളും ആക്ച്വലി അറിയില്ല. അതിൽ പലതും ഞാൻ കോപ്പി അടിക്കാറ പതിവ്. പലരും ചെയ്തു വെച്ചതോ. എപ്പോഴും ഹ്യൂമറിലൂടെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേദന കുറയും. ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നാം. ഒരു ഷോട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഫീൽഡ് ഔട്ടായി പോയി ഇങ്ങനെ അഭിനയിച്ചതൊക്കെ പറഞ്ഞു, വേറെ പണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ അതുകൊണ്ടാണ് എനിക്കൊരു പരിധിവരെ ഇവിടുത്തെ റിവ്യൂവേഴ്സിനൊന്നും ഏക്കാത്തത്. ഇതിപ്പം മിഥുനും അരുൺ ചന്തുവും വിനീതാണെങ്കിലും ധ്യാനാണെങ്കിലും ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറഞ്ഞാൽ കേട്ടിട്ടില്ല ആരെയും കുറിച്ചും. നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ പറയുന്നുണ്ട് സിനിമ തിയേറ്ററിൽ വിജയിക്കുന്നില്ല, അവര് വലിയ നഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. 95% സ്ക്രിപ്റ്റഡാണ്. ഇനി അത് പറഞ്ഞെന്ന് എന്നെ വെറുതെ പാർവതിയെ പോലത്തെ ഒരു സ്റ്റേജിലുള്ള ഒരാൾ പറയുമ്പോൾ അതിന് ശ്രദ്ധ കിട്ടുള്ളൂ. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. എന്നാൽ ടൊവിനോ തോമസോ നിവിൻ പോളിയോ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും. പാർവതി ഞാൻ ഒന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ മുൻപിൽ നിന്നാണ് പുള്ളിക്കാരി അവിടെ നിന്ന് നടന്നുപോയി ഇതിനെക്കുറിച്ച് ജനറൽ ബോഡി സംസാരിച്ചത്. അപ്പോൾ അത് ഇന്ന് നോക്കുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ കാര്യമല്ലേ ചെയ്തേക്കുന്നത്. ആണുങ്ങൾക്കും ഗുണം കിട്ടിയില്ലേ? ഈ ടോപ്പിക് ഓഫ് ഡിസ്കഷൻസ് എല്ലാം ഒരു മുറിയിൽ വെച്ചാൽ ബെറ്റർ ആയിരിക്കും. മുറിയിൽ ഇൻ സെൻസ് ഇതിൻ്റെ മെയിൻ ഇപ്പോൾ അമ്മ അസോസിയേഷനിലെ സീനിയർ ആക്ടേഴ്സ് മധുസാർ തൊട്ടുള്ളവരുണ്ട്, ഏറ്റവും മണി സ്പിന്നേഴ്സ് ആയിട്ടുള്ള താരങ്ങളുണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ഫെഫ്കെയിലെ തിയേറ്റേഴ്സ്, എക്സിബിഷൻ ബിറ്റേഴ്സ്. ഇൻഫാക്ട് ഞാൻ വീണ്ടും പറയുന്നു, പ്രേക്ഷകരിൽ നിന്ന് എടുക്കണം. എനിക്ക് രാഷ്ട്രീയം പേടിയാണ്. പേടിയെന്നല്ല, ഞാൻ ഇഗ്നോറൻ്റാണ്. ജീവിതത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പോലും ഒരു വ്യക്തിയിൽ ഉള്ള അയാളുടെ തീരുമാനങ്ങൾക്ക് പറയുന്നത് രാഷ്ട്രീയം എന്നാണ് ഞാൻ വൈകി അറിഞ്ഞത്. ആദ്യം എന്നോട് ചോദിച്ചു രാഷ്ട്രീയം ഉണ്ടോ? ഇല്ല. ഇന്നത്തെ യങ് ജനറേഷനിലെ ആൾക്കാരുടെ പെർഫോമൻസ് കാണുമ്പം ഞാൻ മനസ്സിലാക്കുന്നു മലർവാടി എന്നുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ വളരെ നന്നായി യൂസ് ചെയ്യേണ്ടതായിരുന്നു എന്ന്. ഈ സിനിമ എനിക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി നിനക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന അന്ന് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞത്. ഇന്നും വെള്ളിമുങ്ങയെക്കുറിച്ച് പറയുമ്പം ഞാൻ മനസ്സിലാക്കുന്നു അത് ബിചേട്ടൻ എന്താണ് അന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വാല്യൂ. ഒരു മുഴുവൻ സിനിമയുടെ എൻ്റെ സീനുകളല്ലാത്ത മറ്റു കഥാപാത്രങ്ങളുടെ കാര്യങ്ങളൊന്നും എൻ്റെ ഉത്തരവാദിത്തമല്ല, സംവിധായകൻ്റെയാണ്, എൻ്റെ അല്ല. എനിക്ക് എൻ്റെ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി. നമസ്കാരം. നമസ്കാരം ചേച്ചി. 15 വർഷമാവുന്നു സിനിമയിലെത്തിയിട്ട്. 145ഓളം സിനിമകൾ. കോമഡിയിൽ തുടങ്ങി പിന്നീട് ക്യാരക്ടർ വേഷങ്ങൾ, നെഗറ്റീവ്, സൈക്കോ വേഷങ്ങൾ. എങ്ങനെ കാണുന്നു ഈ ഒരു സിനിമ ജീവിതത്തെ? ഒരു പ്ലാൻഡ് ട്രാവൽ അല്ല. ഒബ്വിയസ്ലി സിനിമ ഭയങ്കര അൺസർട്ടണിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നിശ്ചിത കാലയളവൊന്നും പറയാൻ പറ്റില്ല ഇത്രയും ചെയ്യാമെന്നൊന്നും. ഭാഗ്യം ഫസ്റ്റ്. 2, നമുക്ക് ഇതിനോടുള്ളൊരു ലേണിങ്ങിൻ്റെ ഒരു ആഗ്രഹം, ഒരു ഫയർ ഉണ്ടല്ലോ, അതായിരിക്കാം ചിലപ്പം നമ്മളെ ഡ്രൈവ് ചെയ്തത്. അതില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒന്നിൽ നിന്ന് അടുത്തത് തോന്നില്ലല്ലോ. അപ്പം ഈ മീഡിയത്തോടുള്ള ആബ്സല്യൂട്ട് ഒരു പാഷൻ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നാച്ചുറലി ആ പാഷൻ്റെ മേലെ പോകുന്ന എന്തായിരിക്കാം, പല കോംപ്രമൈസുകൾ ഉണ്ടാവാം. അപ്പം അതൊക്കെ അടങ്ങിയതാണ് ഈ ഒരു പിടിച്ചു നിൽക്കാനുള്ള ശ്രമം. അതെ അതെ അതെ, ഹാപ്പിയാണ് അതിൽ. പക്ഷേ എൻ്റെ ഒരു ഡ്രീം പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ ഭാവങ്ങളും മുഖത്ത് വരുന്ന ഒരു കഥാപാത്ര നടനായി മാറുക എന്നുള്ളതാണ്. അതിന് ഈ പറഞ്ഞ ഇത്രയും സംവിധായകരുടെ ഒപ്പം വർക്ക് ചെയ്തത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യും മുന്നോട്ടും. അത് മേക്കിംഗ് ഇറ്റ് ഈവൻ ബെറ്റർ ആണല്ലോ. എനിക്ക് പല ഭാവങ്ങളും ആക്ച്വലി അറിയില്ല. അതിൽ പലതും ഞാൻ കോപ്പി അടിക്കാറ പതിവ്. പലരും ചെയ്തു വെച്ചതോ അല്ലെങ്കിൽ എൻ്റെ കണ്ടംപററീസ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും അത് വ്യത്യാസത്തോടെ പല കഥാപാത്രങ്ങൾക്ക് ചെയ്യാൻ ഈസിലി പറ്റുക എന്നുള്ളതാണ്. ഒരു സമയത്ത് കുറേ കോമഡി കഥാപാത്രങ്ങളായിരുന്നു, പിന്നെ അതിൽ നിന്ന് മാറി ആനന്ദ് ശ്രീബാലയിലൊരു ക്യാരക്ടർ വേഷം വന്നു, സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലൊരു നെഗറ്റീവ് ചെയ്തു, പേരല്ലൂർ പ്രീമിയർ ലീഗിൽ സൈക്കോ ബാലചന്ദ്രൻ, അങ്ങനെ വേഷങ്ങൾ മാറി വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു മുഴുനീള കഥാപാത്രം എന്നുള്ളതിനേക്കാളും കഥാപാത്രത്തിന്റെ പുതുമയ്ക്കും
സിനിമയിലുള്ള പ്രാധാന്യത്തിനും ആണ് പരിഗണന കൊടുത്തതെന്ന് തോന്നുന്നു അല്ലേ? റിപ്പീറ്റഡ് ഉത്തരങ്ങളാവാം, അതെ, പക്ഷെ സത്യങ്ങൾ അതായതുകൊണ്ട് എനിക്ക് മാറ്റി അത് നമുക്ക് അങ്ങനെ തന്നെ പറയണല്ലോ. കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവർക്കും ഒരുപാട് സമയം കിട്ടിയതിന്റെ ആ ഒരു പശ്ചാത്തലത്തില് നമ്മളെല്ലാവരും നമ്മളുടെ ഉള്ളിലോട്ട് തന്നെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. നാച്ചുറലി കരിയറും അതിൻ്റെ ഒരു ഭാഗമാവുമല്ലോ എല്ലാ വ്യക്തിയുടെയും. അപ്പൊ അതുവരെ ചെയ്തതിൽ നിന്നുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം ഒരുപാട് മുകളിലെടുക്കുന്ന ഒരാളാണ് ഞാൻ. പ്രേക്ഷകരാണ് ആത്യന്തികമായും സിനിമയുടെ ഫൈനൽ വിധികർത്താക്കൾ. സിനിമ ഭൂരിപക്ഷം പ്രേക്ഷകർക്കും എനിക്കും എൻ്റർടൈൻമെൻറ്റിനുള്ളൊരു ഉപാധിയാണ്. അത് ഒരു മൈനോറിറ്റിക്ക് അതൊരു പഠനത്തിനോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾക്കോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു മാസ് മീഡിയം എന്നുള്ള നിലയിൽ സിനിമയെ എല്ലാവരും കാണുന്ന എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു സൈഡ് ഞാൻ ആക്ച്വലി ബൈ ദ ടൈം കോവിഡിൽ എനിക്ക് ഒരുപാട് അങ്ങനത്തെ ചലച്ചിത്രങ്ങളിൽ ഭാഗമാകാൻ പറ്റി. പക്ഷെ ആസ് ആൻ ആക്ടർ നമുക്ക് എന്ത് ആണ് ഇനി നമ്മുടെ ഒരു ലേണിങ്. പ്രേക്ഷകരും പറഞ്ഞു തുടങ്ങി, അവരെങ്ങനെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ഇത് വന്നു തുടങ്ങി. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ ചേഷ്ടകൾ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു സമയമായി. ഇന്നും മാറ്റം ഒന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ന് കഥാപാത്രങ്ങളുടെ ഷേപ്പിങ്ങിൽ മാറ്റമുള്ളതുകൊണ്ട് അവരെ ഡിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ അവരെ ഒരു പരിധിവരെ കബളിപ്പിക്കുകയാണ്. ഇപ്പം മേക്കോ ലുക്ക് മാറ്റിയോ അല്ലെങ്കിൽ കഥാപാത്രം വേറെ ആകുമ്പോൾ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ടൈം ഇത് വർക്കാവും, എല്ലാം പുതിയ ഒരിക്കൽ ചെയ്യുമ്പോൾ. റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും ഞാൻ പെടാൻ പോണത്, അത് എക്സ്പോസ്ഡ് ആവാൻ പോണത്. അപ്പം ആ സമയത്ത് അതേപോലെ ഒരു നല്ല സംവിധായകനും എഴുത്തുകാരൻ്റെ സപ്പോർട്ട് മതി. എപ്പോഴും നമുക്ക് പറഞ്ഞു തരാൻ അറിയാവുന്ന ആൾക്ക് നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലോ നമുക്ക് അവരോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആണെങ്കിലോ എനിക്ക് തോന്നുന്നു ഇത് പഠിച്ചെടുക്കാം. കാര്യം ഒന്നും മലർവാടിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ആസ്പിറൻറ്റിന് തീർച്ചയായിട്ടും അദ്ദേഹം ആത്മാർത്ഥമായി പണിയെടുത്താൽ നമുക്ക് ഇതിൽ ഒരുപാട് പഠിക്കാൻ പറ്റും. ആ ജേർണി കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ആ സമയമാണ്, കോവിഡാണ് ഈ ഒരു തീരുമാനം എടുത്തത്. ബിക്കോസ് പ്രേക്ഷകരുടെ അഭിപ്രായം തന്നെയാണ് അതിന് കാരണം. അജുപ്പം നേരത്തെ പറഞ്ഞു ഞാൻ ചിലതൊക്കെ എനിക്ക് കോപ്പി അടിക്കേണ്ടി വരാറുണ്ടെന്ന്. പക്ഷെ ഞാൻ കണ്ട സിനിമകളിലൊക്കെ ചെറുതായാലും വലുതായാലും അജുവിൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. ഞാൻ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ ചേച്ചി അങ്ങനെ ഇപ്പൊ ഒരു നടനോ നടിയോ ചെയ്തു, നടിയെന്ന് ഞാൻ എടുക്കാറുണ്ട്. ജെൻഡർ ബയസിങ് അവിടെ ഇല്ല. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തത് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളുപരി ഇങ്ങനത്തെ ഒരു സാഹചര്യം അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു, നമ്മളെ ലൈബ്രറി പോവില്ലേ, നമ്മൾക്ക് റെഫറൻസുകൾ എടുക്കില്ലേ, ലൈബ്രറി പോകുന്ന അതിനാണല്ലോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. പണ്ട്, ഇന്ന് എനിക്ക് തോന്നുന്ന ലൈബ്രറിയേക്കാളും ഗൂഗിളും ഒക്കെ മാറിയിട്ടുണ്ടാവാം കുറേയൊക്കെ. അവിടെ പോയി നമ്മൾ നോട്ട്സ് എടുക്കുന്നത് പോലെ തന്നെ അവരെങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്തതെന്നുള്ളത് നമ്മൾ ആ സമയത്ത് പോയി യൂട്യൂബ് നോക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ട സിനിമകളും ഞാൻ ഒരു പരിധി വരെ പുറത്തു നിന്നുള്ള എൻ്റെ ഒബ്സർവേഷൻ കുറവാണ്. എൻ്റെ ഒബ്സർവേഷൻ മറ്റ് സിനിമകളിലെ നടന്മാരുടെ പെർഫോമൻസ് ആണ്. അത് ഞാൻ എൻ്റെ രീതിക്ക് ആക്കാറുണ്ട്. അത് കോപ്പിയടിയാണ്. എല്ലാം ഒരു എന്താ ആർട്ട് എന്ന് പറയുന്നതല്ലേ, എല്ലാവരും കോപ്പി മുൻ ചെയ്ത മാതൃകകൾ എന്തായാലും അതിൽ നിന്നല്ലേ എനിക്ക് ഒരെണ്ണം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മേ ബി ഒരു പ്രാവശ്യം അത് സക്സസ്ഫുള്ളി നമുക്ക് സക്സസ്ഫുള്ളി എന്ന് ഞാൻ പറയില്ല, ഒന്ന് നമുക്ക് പാസ്സാവാൻ പറ്റിയാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി. ആ കോൺഫിഡൻസിന് നമുക്കൊരു എപ്പോഴും ഫസ്റ്റ് ഒരു പകപ്പുണ്ടാവുമല്ലോ എന്ത് ചെയ്യുമ്പോഴും. അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പതുക്കെ ലേൺ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പൊ പോലീസ് വേഷങ്ങൾ ആദ്യം വരുമ്പം ഹെലൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു മാത്തുക്കുട്ടിക്ക്. നാച്ചുറലി എനിക്കും പുറത്ത് നമ്മൾ കാണിക്കണം എന്നില്ല, പക്ഷെ ഞാൻ എടുത്ത റെഫറൻസുകൾ ഇപ്പം ഉണ്ട്. മിന്നൽ മുരളി വന്നപ്പോൾ ഉണ്ട്, കേരള ക്രൈം ഫയൽസ് വന്നപ്പോഴും ഉണ്ട്. ഇപ്പം എൻ്റെ കണ്ടംപററീസ് പറയുകയാണെങ്കിൽ കേരള ക്രൈം ഫയൽസിൽ ഞാൻ സൈജു ഏട്ടൻ്റെ അന്താക്ഷരി എന്ന് ഞാൻ എടുത്തത്. ലാൽ സാറിൻ്റെ മുഖവും കമ്പനിയുണ്ട്. അങ്ങനെ എടുക്കല്ല, എങ്ങനെയാ ചെയ്തത്. അപ്പൊ ചിലടത്ത് താത്തി മതി. പിന്നെ ഇപ്പം പേരിലൂർ ചേച്ചി പറഞ്ഞുകൊണ്ട് അർജുൻ അശോകൻ രോമാഞ്ചമാണ്. അപ്പം അത് ആ ടെക്സ്റ്റ് ബുക്ക്, ഒരു നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ഒരാൾ എഴുതിയെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതൊന്ന് റെഫർ ചെയ്തിട്ട് പോകും.
ഈ മലർവാടിയിൽ നിന്ന് മാറി വെള്ളിമൂങ്ങയിലേക്ക് എത്തുമ്പോൾ അജുവിൻ്റെ ഒരു അഭിനയം വളരെ മികച്ചു തന്നെയായിരുന്നു. കാരണം അഭിനയിച്ചത് ഒരു കള്ളിയിലും ഒതുക്കി നിർത്താനാവാത്ത ബിജു മേനോനെ പോലുള്ള ഒരു നടനൊപ്പമാണ്. അതിൽ ഒപ്പത്തിനൊപ്പം തന്നെ അജുവിൻ്റെ ക്യാരക്ടറും ഉണ്ടായിരുന്നു. ആ ഒരു സിനിമയും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും. വെള്ളിമൂങ്ങ വരെ ആയിരുന്നിരിക്കണം ഞാൻ ടോട്ടലി ക്ലൂലെസ് ആയിട്ട് അഭിനയിച്ച ഒരു 25ാമത്തെ സിനിമ എന്തോ ആണ് വെള്ളിമൂങ്ങ. ശരി. എനിക്ക് ഒരു പിടിയില്ലാത്ത ഒരു കുറെ ഒരു ബഞ്ച് വെള്ളിമൂങ്ങയെന്നാണ് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ ഡബിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങി. അത്രയും ടൈം എടുത്തു. ചെയ്യുന്ന സമയത്ത് ഞാനൊന്നും എൻ്റെ കയ്യിൽ നിന്നൊന്നും അത് സിനിമയിലില്ല, ഒന്നുമില്ല. എല്ലാം തിരക്കഥയിലുള്ളതും അവിടെ ജിബുവേട്ടനും ശ്രീജിത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ക്യാമറ അസോസിയേറ്റ് ആയ ശ്രീധരനും ബീച്ചേട്ടനും ഇന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഈ സിനിമ എനിക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി, കാര്യം അങ്ങനെയാണ്. അത് എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ. നിനക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന അന്ന് ഷൂട്ടിങ്ങിന്റെ സമയത്ത് പറഞ്ഞിരുന്നു. നമുക്കറിയില്ല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന്. ഇത് അങ്ങനെ എളുപ്പത്തിൽ പിടികിട്ടുന്ന ഒരു സ്ഥലവും അല്ലല്ലോ. കുറച്ച് കാലം 2014 എന്ന് പറയുമ്പോൾ ഞാൻ 4 വർഷമായിട്ടുള്ളൂ. അപ്പം പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞ് ഇന്ന് 10 വർഷം ഇന്ന് 2014 ഇന്ന് 11 വർഷം ആയി കഴിയുമ്പോഴും ഇന്നും വെള്ളിമൂങ്ങയെക്കുറിച്ച് പറയുമ്പം ഞാൻ മനസ്സിലാക്കുന്നു അത് ബീച്ചേട്ടൻ എന്താണ് അന്ന് പറഞ്ഞതിന്റെ ആ ഒരു വാല്യൂ. എന്റെ മാമച്ച വയസ്സാം കാലത്ത് പെണ്ണ് കിട്ടുമ്പോ എന്തെങ്കിലും പ്രയോജനം വേണം. അതും ശരി. എനിക്ക് പറ്റുന്ന ഫാമിലി ആണോടാ. തന്ത ചെറ്റിയാന്ന് പറഞ്ഞല്ലേ. ഗംഭീരമായി ആസ്വദിച്ച ഒരു സെറ്റാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം അത്രയും ഒരു ജ്യേഷ്ഠൻ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സിനിമയിലെ ഒരു വ്യക്തിയാണ് ബീച്ചേട്ടൻ. വളരെ പോസിറ്റീവാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ ഇൻ്റർവ്യൂവിലും കാണുന്ന പോലെ ചേർത്ത് നിർത്തുന്ന ഒരു സീനിയറായിരുന്നു അന്ന്. കമ്പാരിറ്റീവ്ലി ഞാൻ വളരെ ജൂനിയറാണെന്ന്. അന്ന് അദ്ദേഹം ആ വേഷം ചെയ്യാൻ എൻ്റെ വേഷം അത്യാവശ്യം ഉണ്ട്. അപ്പം ആ വേഷം ചെയ്യണമെങ്കിൽ മാമച്ചൻ്റെ ഒരു സപ്പോർട്ട് ഹ്യൂജ് ആയിട്ട് വേണം. അത് ക്ഷമയോടെ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. ഇന്ന് ഓർമ്മയില്ല എന്തൊക്കെയാണ് നമ്മൾ കാണിച്ച തെറ്റുകളെന്ന്. ആ തെറ്റുകൾ കൂടെ നിന്ന് നമ്മൾക്ക് ബെറ്റർമെന്റിന് വേണ്ടി അദ്ദേഹം എന്നിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. കാര്യം റീടേക്സ് പോകുമ്പോൾ കൂടെ നിൽക്കണ്ടേ. അത് ബ്യൂട്ടിഫുൾ ഓർമ്മയാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സിനിമ. കല്യാണം കഴിഞ്ഞ 3-ാം ദിവസം പോയവിടെ ജോയിൻ ചെയ്തു. പല കൗണ്ടറുകളും കണ്ടപ്പോഴേ നമുക്കൊക്കെ തോന്നിയത് അത് അജുവിന്റെ കയ്യിൽ നിന്ന് എടുത്തതാണോ. ഒരിക്കലുമല്ല. ഒരു സിനിമയിലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 95% സ്ക്രിപ്റ്റഡാ. ഇത്രയും സിനിമകളിൽ ഒരു 5% ഒരു വേർഡോ 2 ലൈനോ വല്ല എവിടെങ്കിലും പറഞ്ഞാലായി. വളരെ അത് നെഗ്ലിജിബിൾ. വെള്ളിമൂങ്ങ ഇന്നും TV-യിലൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ കാണുന്ന ഒരു സിനിമയാണ്. കാരണം അങ്ങനെ ഇരുന്ന് ചിരിക്കാലോ എന്ന് വിചാരിച്ചത്. അപ്പൊ അതില് മാമച്ചനൊപ്പം തന്നെ ടോണി വക്കത്താനവും ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു ആ സിനിമ ആ രീതിയിൽ പ്രേക്ഷകരെ ആസ്വദിച്ചത്. എങ്ങനെയാണ് വൈകുന്നേരം സിനിമ റിലീസായ സമയത്ത് ഓർമ്മയുണ്ടോ മുഖത്തിന്റെ സെറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ ജെയ്സൺ എലങ്കോൾ അദ്ദേഹം ഇന്നില്ല, മരിച്ചുപോയി. അദ്ദേഹം 4 മണിയൊക്കെ ആയപ്പോഴാണ് എന്നോട് പറഞ്ഞ് പടം കൊളുത്തി എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഈവനിങ്ങിൽ വന്ന് പതുക്കെ ആള് കയറി ഭയങ്കര അഭിപ്രായം പോകുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തട്ടത്തിൻ മറയത്ത് മലർവാടി രാവിലെ ആളുണ്ടായിരുന്നു. വെള്ളിമൂങ്ങ വാസ് എ സ്ലോ ഗ്രോത്ത്. ഒരു 2nd ഡേ 3rd ഡേ തൊട്ട് പിന്നെ നമ്മൾ തിയേറ്റർ വിസിറ്റ്സിന് പോയി. അത് നല്ല യാത്രയായിരുന്നു. ബീച്ചേട്ടനോടൊപ്പം ജിബ്ചേട്ടനോടൊപ്പം ഒക്കെ യാത്ര ചെയ്ത് ടെമ്പോ ട്രാവലറിൽ കേരളം മുഴുവൻ യാത്ര ചെയ്ത് തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകർ സിനിമ കണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കയറുന്നു. അത് ആ സ്ട്രെയിറ്റ് അത് ഫീൽ ചെയ്യാൻ തട്ടത്തിൽ അത് പോയിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ചും കൂടി തട്ടം കുറച്ചും കൂടി ചെറുപ്പക്കാരായിരുന്നു കൂടുതൽ, അല്ലെങ്കിൽ മലർവാടി. ഇത് കുടുംബങ്ങളുണ്ടായിരുന്നു, പ്രായമുള്ളവരുണ്ടായിരുന്നു. ബിക്കോസ് ഇത് കുറച്ചും കൂടി രാഷ്ട്രീയം ഉണ്ടല്ലോ ടോപ്പിക്കിൽ. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ നിലനിൽക്കുന്നത്. ഞാൻ കമ്പയർ ചെയ്യുന്നല്ല, പക്ഷെ നമുക്ക് ഇതിന് മുന്നേ സന്ദേശമുണ്ട്. അതേപോലെ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ഉള്ള ഒരു സിനിമയായിട്ട് പിന്നെ ഉള്ളത് വെള്ളിമൂങ്ങ ആയിരിക്കണം. എനിക്കറിയില്ല. ഇനി അത് പറഞ്ഞെന്ന് എന്നെ വെറുതെ എന്ത് പറഞ്ഞാലും പ്രേക്ഷകർ അങ്ങനെ പറഞ്ഞത് ഞാനൊന്ന് എന്നോട് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തു. എങ്ങനെയായിരുന്നു പ്രേക്ഷകരുടെ ഒരു പ്രതികരണം? വെരി ഗുഡ്. ഇന്ന് ഒരു 60 വയസ്സിന് മുകളിലുള്ളവർ എന്നെ അറിയുന്നുണ്ടെങ്കിൽ
എനിക്ക് തോന്നുന്നു വെള്ളിമൂങ്ങിലൂടെ മാത്രം. തീർച്ചയായിട്ടും. ബാക്കി എൻ്റെ ഒരു സിനിമ അവർക്കറിയുള്ളൂ. അത് കുഴപ്പമില്ല, അത് നല്ലൊരു സിനിമ ആയതുകൊണ്ട് തന്നെ. അല്ല, പിന്നീട് വേറെ സിനിമകളിൽ കാണുമ്പോഴും അവര് പറയുന്നുണ്ട് ആ വെള്ളിമൂങ്ങിയിലെ. അങ്ങനെ ആ ഒരു 60 ഏജിന് മുകളിലുള്ള ഒരുപാട് പേരുടെ അടുത്തുനിന്ന് എപ്പോഴും കേൾക്കുന്ന പേര് വെള്ളിമൂങ്ങ. അജുവിൽ കണ്ടൊരു പ്രത്യേകത, വളരെ സൂക്ഷ്മമായ ഭാവങ്ങളിലൂടെയാണ് ഹാസ്യം സാധ്യമാക്കുന്നത്. ഞാൻ അവളെ പ്രേമിക്കൊന്നുമല്ല, പ്രേമിക്കുന്ന പോലെ അഭിനയിക്കും. ആണോ? അതെങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ മുന്നേയുള്ള പല റെഫറൻസിൽ നിന്നും എടുത്ത? ഭയങ്കര ആസ്വാദകനാണ് ഇവരുടെയൊക്കെ ലൈഫിലും. എൻ്റെ ക്ലോസ് സർക്കിൾ ക്രിറ്റിസിസം എപ്പോഴും ഹ്യൂമറിലൂടെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേദന കുറയും എന്നുണ്ട്. അതുകൊണ്ടാണ് ട്രോൾ ഒരു നല്ല മീഡിയം. പണ്ട് നമുക്ക് കാർട്ടൂൺസ് ക്രിട്ടിസൈസ് ചെയ്യാൻ യൂസ് ചെയ്യില്ലേ, പിന്നെ അത് മിമിക്രി ഒക്കെ വന്നു, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഹ്യൂമറിലൂടെ നമുക്കൊരു കാര്യം പറയുമ്പോൾ നമുക്ക് അത്ര വേദന തോന്നില്ല നമ്മളൊരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിക്കുന്ന ഒരു മീഡിയമാണ്. എന്നെ കളിയാക്കാനുള്ള ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം കൂട്ടുകാർക്കാണേലും പിന്നെ വന്നിപ്പോൾ പ്രേക്ഷകർക്കാണെങ്കിലും ഐ ലവ് ഇറ്റ്. ട്രോളിൽ എനിക്കിഷ്ടമാണ് എന്നെ ട്രോൾ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ പറയില്ല, ഈ ആസ്വദിക്കാനുള്ളൊരു സൈഡും പിന്നെ നല്ല ഓദർ സപ്പോർട്ട് ഉണ്ടായിരുന്നു ചേച്ചി. ഇപ്പം ഞാൻ ഭാഗമായ മലർവാടി ഞാൻ അങ്ങനെ കൂട്ടുന്നില്ല, ബിക്കോസ് അതൊരു ഭാഗ്യം. അതിനെ നമുക്ക് അങ്ങനെ, ഞാൻ അതിൽ അഭിനയിച്ചിട്ടേ ഇല്ല. അതെനിക്ക് വളരെ ഇന്ന് ഓർക്കുമ്പം അയ്യോ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ യങ് ജനറേഷനിലെ ആൾക്കാരുടെ പെർഫോമൻസ് കാണുമ്പം ഞാൻ മനസ്സിലാക്കുന്നു മലർവാടി എന്നൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ വളരെ നന്നായി യൂസ് ചെയ്യേണ്ടതായിരുന്നു എന്ന്. കാര്യം ആ ചാൻസ്, കാര്യം അന്ന് എനിക്ക് 25 വയസ്സുണ്ട്, 10-16 വയസ്സുള്ള കുട്ടിയൊന്നുമല്ല. പക്ഷെ അത് അന്നെന്തോ അത്രേ എന്നെ കൊണ്ട് പറ്റിയുള്ളൂ. പ്രേക്ഷകർക്ക് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. പ്രേക്ഷകർക്കൊക്കെ അതുകൊണ്ടാണ് ഭാഗ്യം. ചില സമയത്ത് നമുക്ക് വേറെ സഹായങ്ങൾ വരുന്നത്, അതാണല്ലോ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ തട്ടം അല്ലെങ്കിൽ ഓം ശാന്തി ഓശാന, പുണ്യാളൻ, വടക്കൻ സെൽഫി, വെള്ളിമൂങ്ങ, ഇതെല്ലാം നല്ല ഓദർ സപ്പോർട്ടുണ്ട്. ആ ഓദർ സപ്പോർട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു നടൻ ഒരു പരിധി വരെ ബിഹേവ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ തട്ടത്തിൻ മറയത്തിൽ കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ട്. ഒളിമ്പിക്സിന് ഓടുന്നത് പോലെ ഉള്ള പൊസിഷനിൽ കിടന്നുറങ്ങുന്ന അബ്ദു, ടോപ്പ് ആംഗിൾ ഷോട്ട്, ഫോൺ അടിക്കുന്നു, ബാഗ് ഡി കെ ബോസ് എന്ന റിംഗ് ടോൺ എന്ന് സ്ക്രിപ്റ്റിലുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പം നമുക്കൊന്നും ചെയ്യണ്ട, നമുക്ക് അങ്ങനെ കിടന്നാൽ മതി. അതൊരു ഹ്യൂജ് ഫാക്ടറാണ്. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാൻ കാര്യം വേറൊന്നുമല്ല, സുരാജ് ചേട്ടൻ്റെ അടുത്തൊക്കെ ഞാൻ കൃത്യം ഇൻ്റർവെൽസിൽ സമയം കിട്ടും സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. സീനിയേഴ്സിനോട് മിക്കവരുടെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സുരാജനൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഓടി നടന്ന സിനിമ ഇപ്പം അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അന്ന് ഒരു ദിവസം 3-4 സിനിമ ഒരു ദിവസം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ചില സമയത്ത് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാങ്ക് പേപ്പറുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സീനൊന്ന് കൺസ്ട്രക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് അത് എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. കാര്യം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് എളുപ്പം നല്ലല്ലോ. നമ്മൾ തന്നെ ചിന്തിച്ച്, എനിക്ക് ആ കാര്യത്തിൽ ഐ വാസ് ബ്ലെസ്ഡ്. എനിക്ക് ഇപ്പോൾ ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിയ അവസാനത്തെ വരെ നോക്കിയ ഓദർ സപ്പോർട്ട് ഹ്യൂജ് ആയിരുന്നു. അത് പ്ലാൻ ചെയ്ത് കിട്ടില്ലല്ലോ. പക്ഷെ എന്നാലും അഭിനയിക്കുമ്പോൾ മിതത്വം ഉണ്ടല്ലോ, അത് നമ്മള് അത് ഒരു പരിധി വരെ ഡയറക്ടേഴ്സിന്റെ തന്നെ മീറ്ററാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ലൗഡായി പോയി കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളവർ നിന്നും നമ്മൾ ഓക്കെ, അപ്പോൾ ഇത്രയും വേണ്ട, ഈ എക്സ്പ്രഷന് നമുക്ക് ഇത്രയും കൊടുക്കണ്ട. പിന്നെ അത് റിപ്പീറ്റ് ചെയ്തു, കുറേ കാലം റിപ്പീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് കോവിഡ് എത്തിയപ്പോഴത്തേക്കും പ്രേക്ഷകർ പറഞ്ഞാൽ അത് മടുപ്പുളവാക്കുന്നു എന്ന്. കാര്യം ഒരേ ചേഷ്ടകൾ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരു ആക്ടറുടെ ഇന്ന സന്ദർഭത്തിലുള്ള ഒരു ഭാവത്തെ പ്രേക്ഷകർ മുന്നേ റീഡ് ചെയ്യാം, ആൻറ്റിസിപ്പേറ്റ് ചെയ്താൽ അത് മാറ്റേണ്ട സമയമായി. അത് നമ്മളും മറ്റ് നടന്മാരിൽ നമുക്കും തോന്നിയിട്ടുണ്ടല്ലോ, പ്രേക്ഷകരാണല്ലോ നമ്മളും. നടൻ അഭിനയിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രേക്ഷകരല്ലാതാവുന്നില്ലല്ലോ. അപ്പൊ അത് എനിക്ക് എൻ്റെതായ കൃത്യമായി ക്രിട്ടിസൈസ് ചെയ്യുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ഈ ഫീഡ്ബാക്സ് തരാറുണ്ട്. ഞാൻ പൊതുവെ നല്ലത് പറയുന്നത് അധികം കേൾക്കാൻ നിൽക്കാറില്ല സത്യസന്ധമായിട്ടും. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നെഗറ്റീവ് ക്രിറ്റിസിസമാണ്. അതെൻ്റെ കൂടെയുള്ള മാനേജറാണെങ്കിലും ശരി, എൻ്റെ അടുത്ത സിനിമയിലെ സുഹൃത്തുക്കളാണെങ്കിലും ശരി, അവരും അങ്ങനെ തന്നെയാണ്.
നമ്മളുടെ ബാഡ് സൈഡ് അല്ലെങ്കിൽ കുഴപ്പങ്ങളാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് ട്രോൾ ചെയ്തു. ഇപ്പം മിഥുനും അരുൺ ചന്തുവും വിനീതാണെങ്കിലും ധ്യാനാണെങ്കിലും ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറഞ്ഞാൽ കേട്ടിട്ടില്ല ആരെ കുറിച്ചും. മറ്റുള്ളവരെ കുറിച്ചല്ല, വിതിൻ നിങ്ങളുടെ ഉള്ളില് ഒരു സിനിമ ഓടി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി 15 വർഷത്തിൽ വിനീത് വിളിച്ച ഒരേ ഒരു സംഭവത്തിന് കേരള ക്രൈം ഫയൽസ് ഒരേ ഒരു കാര്യത്തിന്. എന്നാ ധ്യാനും അല്ലെങ്കിൽ ഇപ്പം ചന്തുവും മിഥുനും ഒക്കെ കളിയാക്കാൻ ആയിട്ട് വിളിച്ചേക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ കൂടെയുള്ള മാനേജറും ആണെങ്കിലും വെരി വെരി ബ്ലണ്ട് ആണ് മുഹമ്മദ്. അത് പലപ്പോഴും ഞാൻ പറയാൻ കാര്യം വേറൊന്നുമല്ല, ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നാം. ഒരു ഷോട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഫീൽഡ് ഔട്ടായി പോയി ഇങ്ങനെ അഭിനയിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നെ വന്ന് പറയൂ അല്ലേ, മുഖത്ത് നോക്കി പറയും. ഒരു സിനിമ ഞാൻ പേര് പറയുന്നത്, ആ സിനിമ ഞാൻ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ മുതലാളി വേറെ പല പേര് വിളിക്കും. കോഴിക്കോട് ഭാഷ കൊണ്ട് പുള്ളിക്ക് മുതലാളി വെറുതെ വരും. ഞാൻ പറഞ്ഞു വിളിപ്പിക്കണല്ലോ, പക്ഷെ വേറെ പണിക്ക് പോണം എന്നൊക്കെ പറഞ്ഞാളി. അപ്പോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് ഒരു പരിധി വരെ ഇവിടുത്തെ റിവ്യൂവേഴ്സിനൊന്നും ഏക്കാത്തത്. നമ്മൾ എന്ത് പറഞ്ഞാലും എൻ്റെ കോളേജിലെ സുഹൃത്തുക്കൾ ഇങ്ങനെ തന്നെയായിരുന്നു. അന്ന് സിനിമ അല്ലെങ്കിലും ഭയങ്കര ബ്ലണ്ട് ആൻഡ് പ്ലെയിൻ ആയിരുന്നു. നമ്മൾ കളിയാക്കുന്നതിലും നമ്മൾ കാര്യങ്ങൾ പറയുന്നതിലും. ഞങ്ങളൊരു 11 പേരുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഒരു ഡിപ്ലോമസി പുറത്ത് നമ്മൾ കാണിക്കേണ്ടതുണ്ട്, ഇല്ല എന്നല്ല. ഒരു സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കാണിക്കേണ്ട ഒരു മര്യാദയും മിതത്വം ഉണ്ടല്ലോ. അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഫോർമാലിറ്റി ഇല്ലാത്തൊരു ബന്ധമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ഇവിടുത്തെ റിവ്യൂവേഴ്സ് മോശം പറഞ്ഞാലും നമുക്കത് ഏക്കാത്തത് ഇതുകൊണ്ടാണ്. പക്ഷെ ഡെഫിനറ്റ്ലി അത് നമ്മൾ വാല്യൂ ചെയ്യും. കാര്യം അവർ കാശ് മുടക്കി ആ പ്രൊഡക്റ്റിനെ അനലൈസ് ചെയ്തിട്ട് ഒരു കാര്യം പറയുമ്പം അതിനെ എന്ത് തിരുത്താമെന്നൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് ഞാൻ ബില്ലിംഗ് ആണ്. പക്ഷെ അല്ലാതെ ഹേർട്ട് ആവാറില്ല. അജു പറയുന്നു അജുവിനെ എല്ലാവരും അഭിനയിക്കുമ്പോൾ ഇങ്ങനെ കളിയാക്കുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പം അജു ചെയ്ത പോലീസാണെങ്കിൽ അതിൽ പോലീസ് തന്നെയാണ്, ഇനി ശിങ്കിടി ആണെങ്കിൽ ശിങ്കിടി തന്നെയാണ്, മണ്ടനാണെങ്കിൽ മണ്ടൻ തന്നെയാണ്. അങ്ങനെ കഥാപാത്രം തന്നെയായിട്ട് മാറുന്ന ഒരു അജുവിനെയാണ് എനിക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഞാനത് റിയലൈസ് ചെയ്യാറില്ല എന്നുള്ളത് ഭയങ്കര ഫാക്റ്റാണ്. കാര്യം എനിക്ക് ആ ഒരു ഇഗ്നോറൻസോ അല്ലെങ്കിൽ ആ റിയലൈസേഷൻ ഇല്ലായ്മ ഞാൻ നന്നായി തന്നെ കാണും. അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കേണ്ടെന്ന് തന്നെയാണ് ഞാൻ വെക്കാറ്. ബിക്കോസ് ചിലപ്പോൾ അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഈ പല ജോലി എഫേർട്ടുകളും ചിലപ്പോൾ മറന്നുപോകും. അത് റിസൾട്ടാണല്ലോ, അത് ബൈ പ്രൊഡക്റ്റ് ആണല്ലോ. അത് ബോധമല്ല. ഞാൻ ആദ്യമൊക്കെ ചേച്ചി ഒരു കോവിഡിൻ്റെ അടുത്തൊക്കെ വരെ സിനിമകൾ ഓടിയില്ലെങ്കിൽ സങ്കടം വന്നിട്ടുണ്ട്. കുറ്റം പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ല, ബോറായിരുന്നു, എന്തൊരു റിയാക്ഷൻ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ സിനിമകൾ ഓടിയില്ലെങ്കിൽ സങ്കടം വന്നു. പക്ഷെ പിന്നെ എനിക്ക് ടോട്ടലി റിസൾട്ടിൽ എന്നുള്ള ഫോക്കസ് പോയി. നമ്മുടെ ജോലി ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കുക, അതേ പറ്റുള്ളൂ നമുക്ക്. ബാക്കി ഒന്നും നമ്മുടെ കയ്യിലല്ല. കാര്യം ഒരുപാട് വേരിയബിൾസ് ഉള്ളൊരു മേഖലയാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണെങ്കിൽ നമുക്ക് അതിലൊക്കെ പോയി ഇടപെടാം. നമ്മുടെ കൺട്രോളിലുള്ള അല്ല ഒരു 85% കാര്യങ്ങളും. എന്നെ പോലത്തെ ഒരു കഥാപാത്രം നടന്ന് ശരി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ പിന്നെ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സേ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളതിൽ വെറുതെ വ്യാകുലപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് തിരക്കഥ വായിക്കുന്ന ഒരാളല്ല ഞാൻ. അത് പലപ്പോഴും ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറയേണ്ടത് പറയരുത്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരിക്കലും അത് ഞാൻ പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. നാളെ വീണ്ടും എൻ്റെ മുമ്പിൽ ഒരാൾ വരുമ്പം ഞാൻ ഇതാണ് പറയാൻ പോണത്. ഇവിടെ ഞാൻ വായിക്കുന്ന ആളാന്ന് മാറ്റി പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഞാൻ വീണ്ടും വായിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു മുഴുവൻ സിനിമയുടെ എൻ്റെ സീനുകളല്ലാത്ത മറ്റു കഥാപാത്രങ്ങളുടെ കാര്യങ്ങളൊന്നും എൻ്റെ ഉത്തരവാദിത്തമല്ല, സംവിധായകൻ്റെയാണ്, എൻ്റെ അല്ല. എനിക്ക് എൻ്റെ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി. എൻ്റെ കഥാപാത്രം വരുന്ന സ്ഥലങ്ങൾ, എൻ്റെ കഥാപാത്രങ്ങളുടെ എന്താണ് മനോവിചാരങ്ങൾ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ എല്ലാമാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഫോക്കസ് വരാവുള്ളൂ എന്ന് ഞാൻ വെക്കുന്നു. അൺലെസ് അണ്ടിൽ ഞാൻ അതിൻ്റെ ലീഡ് ഇവരായിട്ട് എല്ലാ സീനിലും ഞാൻ ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു പരിധി വരെ കഥ മനസ്സിലാക്കാം. പക്ഷെ എന്നാൽ കൂടി എൻ്റെ ഒരു എക്സ്റ്റംബർ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥയൊന്ന് മനസ്സിലാക്കി, ജസ്റ്റ് ഒരു മനസ്സിലാക്കി അതിൻ്റെ ആ സെറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കിതുവരെ കിട്ടിയ വേഷങ്ങൾക്ക് അത് മതി കേട്ടോ. ഇപ്പം ഭയങ്കര നമ്മൾ കൊണ്ടുപോകേണ്ട
ഒരു റോളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്ന റൂട്ട് വേറെ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഡയറക്ടേഴ്സ് ഇതിന് ഓക്കെ ആയിരുന്നു ഇത്രയും കാലം. അവരവിടെ നിൽക്കുമ്പം സെറ്റിൽ ചെല്ലുമ്പോൾ അവരെന്നോട് പറഞ്ഞു തരും ഈ ഷോട്ടിന് എന്ത് വേണം, അപ്പോൾ ഈ ഷോട്ടിന് ഇപ്പം നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ അത് അവരോട് ചോദിക്കും, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും തിരുത്താം. സോ ബേസിക്കലി ഞാൻ ഫീൽ ചെയ്തേക്കുന്ന ഒരു ക്ലേ മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു ടൂൾ ഫോർ ദം ആണ്. അവരതിൽ ഇപ്പോൾ അഹമ്മദ്, ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് പറയുകയാണെങ്കിൽ അഹമ്മദ് റീടേക്സ് എടുത്തിട്ടുണ്ട്. അഹമ്മദിന് വേണ്ട എത്തുന്നവരെ ഞാൻ ക്ഷമയോടെ അത് ഞാൻ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലൂടെ എൻ്റെ ആ ഒരു ഈഗോ ഞാൻ കളഞ്ഞു. ഞാൻ കമ്പയർ ചെയ്യുന്നത്, കുട്ടികൾ പണ്ട് പഠിക്കണം എന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ കുട്ടികൾക്ക് ദേഷ്യം വരും, പഠിക്കണം എന്ന് പറയുമ്പോൾ ദേഷ്യം വരും. പക്ഷെ ആത്യന്തികമായി അത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ എനിക്ക് വന്നത് സ്ഥാനാർത്ഥിയിലാണ്. അതായത് ഈ റീടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പെർഫോമൻസ് നന്നായി സ്ക്രീനിൽ വരാനാണ്. പിന്നെ ഈ അവിടെ ഒരു ആക്ടർക്ക് ഒരു ഇത് വരും, ഒരു 1 more വിളിക്കുമ്പം അതിപ്പോൾ എന്തിനാ 1 more നമുക്ക് തോന്നാം. ഒരു ദേഷ്യമല്ല, ഒരു ഇറിറ്റേഷൻ വരാം. അതൊരു ഈഗോ ആണ്. അതിൽ തെറ്റില്ല. എന്താണെന്നറിയോ, ആ വ്യക്തിയുടെ ആ മൊമെന്റിൽ ആ കഥാപാത്രത്തിൻ്റെ എന്താണോ അവസ്ഥ മനസ്സിലാക്കി കൊടുത്തൊരു സത്യസന്ധമായ പെർഫോമൻസ് ആണ് അതെന്നെ ചലഞ്ച് ചെയ്തത് അല്ലേ. അപ്പൊ ആ ചലഞ്ച് വരുമ്പം പെട്ടെന്ന് നമുക്ക് അതിനെന്താ കുഴപ്പം എന്ന് തോന്നാം. ഞാനത് സ്ഥാനാർത്ഥിക്ക് ശേഷം വിട്ടു എൻ്റെ ലൈഫിൽ നിന്ന്. ക്രൈം ഫയൽസിലും വിട്ടു. ഞാൻ അവരോട് ആകെ വെക്കുന്ന കണ്ടീഷൻ, നിങ്ങൾക്ക് 100 ടേക്ക് എടുക്കണോ എടുത്തു, എനിക്ക് കൺവിൻസ് ആവുന്ന ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു 2 കൂടെ എടുക്കണം. നിങ്ങൾ ഈ 102 എടുത്തോ, ഒരു കുഴപ്പമില്ല. ടേബിളിൽ ഡിസൈഡ് ചെയ്യൂ. അത് ഞാനിപ്പം അറിയാവുന്നിടത്ത് പറയുന്നത്. അല്ലാത്തടത്തും ഇപ്പോൾ എനിക്ക് അറിയാത്ത സീനിയേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അത്ര എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ഒരെണ്ണം കൂടെ എടുക്കാതെ ചോദിക്കും. എനിക്കൊരു തൃപ്തി വരുന്നത് ഒരെണ്ണം. അതിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് നമുക്കിന്ന് മോണിറ്ററിൻ്റെ സഹായമുണ്ട്, പ്ലേ ബാക്ക് കാണാവുന്നൊരു സഹായമുണ്ട്. സോ ടെക്നോളജി ഉള്ള സമയത്ത് നമുക്ക് എത്രയോ കറക്റ്റ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ അന്നത്തെ മനസാക്ഷിക്ക് ഏറ്റവും സത്യസന്ധമായ പ്രൊഡക്റ്റ് ആക്കി കൊടുക്കുക. ചിലപ്പോൾ ആ റിലീസ് 1 വർഷം കഴിഞ്ഞാകുമ്പോഴത്തേക്കും നമ്മുടെ ആക്ടിങ് ഔട്ട് ഓഫ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിരിക്കാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ പറയുന്നുണ്ട് സിനിമ തിയേറ്ററിൽ വിജയിക്കുന്നില്ല, അവർ വലിയ നഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. എന്താണ് അജുവിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു നിർമ്മാതാവ് എന്ന നിലയിലും നടൻ എന്ന നിലയിലും? തീർച്ചയായിട്ടും പ്രൈമറി ഇന്റൻഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ മുന്നിൽ വെച്ചത് ഗവൺമെന്റിനോടുള്ളൊരു പ്ലീ ആയിരുന്നു. അതായത് ഇത്രയും ടാക്സ് എന്ന് പറഞ്ഞൊരു ഹ്യൂജ് ബേർഡൻ സിനിമയിൽ നിന്ന് മാറ്റിത്തരണം. അത് സിനിമകൾക്ക് ഒരുപാട് ബാധിക്കുന്നുണ്ട്. കാര്യം പുറത്തു നോക്കുന്ന ഒരു റിട്ടേണോ ഒരു റിക്കവറി ഒന്നും ഭൂരിപക്ഷം സിനിമകൾക്ക് നടക്കുന്നില്ല. മലയാള സിനിമ ഏറ്റവും നല്ലൊരു പ്രൈം ടൈം അല്ലെങ്കിൽ അവരുടെ ഒരു വസന്ത കാലഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും ഒന്നുകൂടെ പോകുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് 2023, 24, 22 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു നല്ലൊരു ടൈമിൽ ഇങ്ങനത്തെ ഒരു ഫേസ് ഭയങ്കര സാഡാണ്. അപ്പോൾ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആദ്യം ഞാനിത് കേട്ടപ്പോൾ ഞാനും എൻ്റെ ഉള്ളിലെ യുവത്വത്തിൻ്റെ ചോര തിളച്ചിട്ട് എനിക്കും പ്രതികരണങ്ങൾ, ഞാൻ വിചാരിച്ചു അതെന്താ അങ്ങനെ പറയുന്നത് തോന്നി. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ വിവരമുള്ളവരത്തൊക്കെ സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അത് അല്ല. കാര്യം ഈ 200 സിനിമ ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ഒരു 10 to 15% ആ റേഷ്യോ മാറുന്നില്ല. എപ്പോഴും എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു 80 തൊട്ട് 70 തൊട്ട് നോക്കി കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജിൽ ആവറേജ് ചെയ്താൽ അതാണ് 10 to 15 ആണ് സക്സസ് റേഷ്യോ. പക്ഷേ ഈ ബാക്കി വരുന്നത് എണ്ണം കുറവായിരുന്നു. അന്ന് 70 ഉണ്ടായിരുന്നപ്പം അതിൻ്റെ ഒരു 10 to 15. ഇനി 200 ഒക്കെ എത്തുമ്പം ഈ 10 to 15 എന്ന് പറയുമ്പം ഒരു 25 വരെ മാക്സിമം അപ്പർ ഒരു ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 30 പോട്ടെ, നമുക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി 170 ഫിലിംസ് ഉണ്ട്. ഈ 170 സിനിമകളും നമ്മളങ്ങനത്തെ സിനിമകൾ ഭാഗമായിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ സിനിമകൾ ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു കളക്ട് ചെയ്യാത്തതല്ല ഞാൻ പറയുന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ട് സിനിമ ചെയ്യേണ്ടുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതായത് ഭയങ്കര ലാഭം കൊയ്യുന്ന ഒരു സ്ഥലമാണ്, ഇവിടെ വന്നാൽ നിങ്ങളുടെ ജീവിതം മാറുമ്പോൾ, അങ്ങനെയൊക്കെ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു സിനിമയിൽ ഭാഗമായെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ നിന്ന് പോയിട്ടുണ്ട് ആ സിനിമ. അപ്പോൾ ഞാൻ ഭാഗമായ 1-2 സിനിമകൾ അതുകൊണ്ടായിരിക്കാം നിന്നുപോയി. അവർ ഷൂട്ട് തുടങ്ങി 2-ാം ദിവസം നിന്ന് പോയിട്ടുണ്ട് തുടക്കത്തിലൊക്കെ. അപ്പം അങ്ങനെ വരുന്നത് ശരിയല്ല. അപ്പോൾ എന്താണെന്ന് പറയുക, അങ്ങനെ സംഭവിക്കുന്ന ഈ ബാക്കി ഈ വിക്ടിംസ് ആവുന്ന കുറച്ച് പേർ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഇവരോടാണ് പോയി പറയുന്നത്. അസോസിയേഷനിലെ ഇപ്പം സുരേഷ് ചേട്ടനോടോ രഞ്ജിത്ത് ചേട്ടനോടോ അല്ലെങ്കിൽ രാകേഷ് ചേട്ടനോടോ ആൻഡോ ചേട്ടനോടോ ലിസ്റ്റിനോടോ ഒക്കെ ആയിരിക്കാം പറയുന്നത്.
അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഇവരോട് പറഞ്ഞോ ചെയ്യാൻ? ഇല്ലല്ലോ. അപ്പം നാച്ചുറലി ഒരു സൈഡിൽ നല്ല സമയം, ഒരു സൈഡിൽ എണ്ണം റൈറ്റ് ചോയ്സുകളല്ലാത്തതൊന്നും പറ്റുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ ഇതിപ്പോൾ OTT ബിസിനസ് ഇല്ലാത്ത സമയമാണെന്ന് അറിയില്ല. ചിലപ്പോൾ അവരോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. OTT ബിസിനസ് ഉണ്ട്, അവിടുന്ന് റവന്യൂ വരും. തിയേറ്ററിൽ നിന്ന് മാത്രമേ റവന്യൂ ഉള്ളൂ, സിനിമ നന്നായാൽ മാത്രമുണ്ട്. അത് പ്രേക്ഷകർ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്നു. അതാണ് കഴിഞ്ഞ 2-3 വർഷമായി കിട്ടുന്ന ബോണസ് അല്ലെങ്കിൽ ഭാഗ്യം. പ്രേക്ഷകർ മലയാള സിനിമയോടുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരേ ഒരു സജഷൻ അന്ന് വെച്ചതിൽ ഞാൻ ഇന്ന് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ വെക്കാനുള്ളത്, ഈ ടോപ്പിക് ഓഫ് ഡിസ്കഷൻസ് എല്ലാം ഒരു മുറിയിൽ വെച്ചാൽ ബെറ്റർ ആയിരിക്കും. മുറിയിൽ ഇൻ സെൻസ് ഇതിൻ്റെ മെയിൻ ഇപ്പം അമ്മ അസോസിയേഷനിലെ സീനിയർ ആക്ടേഴ്സ് മധുസാർ തൊട്ടുള്ളവരുണ്ട്, ഏറ്റവും മണി സ്പിന്നേഴ്സ് ആയിട്ടുള്ള താരങ്ങളുണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ FFKയിലെ തിയേറ്റേഴ്സ്, എക്സിബിറ്റേഴ്സ്. ഇൻഫാക്ട് ഞാൻ വീണ്ടും പറയുന്നു, പ്രേക്ഷകരിൽ നിന്ന് എടുക്കണം. ഞാൻ പറയുന്നത് ലിറ്റററി സൈഡിൽ നിന്നുള്ള എന്ത് ചെയ്യാൻ പറ്റും. മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രി ആണെന്ന് പറയാൻ കാര്യം, ഇൻഡസ്ട്രി ആവുന്നത് എപ്പോഴാണ്? ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലേ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന, അതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റാണ് സിനിമ. ആർട്ട് ഇസ് എ കോമ്പോണന്റ് അല്ലേ, അത് പൂർണ്ണമായ ഒരു തിയേറ്റർ പോലല്ല. അപ്പൊ അതൊരു ആ ഇൻഡസ്ട്രി നിലനിർത്തുക എന്നുള്ളത് ഗവൺമെന്റിനെയും കൂടെ ആവശ്യത്തിൽപ്പെടുന്നതായി മാറണം. കാര്യം ഇത്രയും ടാക്സ് വീക്കിലി കിട്ടുന്ന, അല്ലെങ്കിൽ ഇത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ഒരു ഇൻഡസ്ട്രി. ശരിയാണ്, ഒരു ശതമാനം, ഒരു ഇത്ര ശതമാനം വരെ ഒരു റിസ്ക് ഉണ്ട്. അപ്പം ആ റിസ്കിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കമ്പൈൻ ശ്രമം, അത് ആയിരിക്കാം ഇനി മുന്നോട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇന്നിപ്പോൾ നമുക്ക് ഈ വർഷം ഇറങ്ങിയാലും നോക്കിയാൽ നമുക്കറിയാം, എമ്പുരാൻ പോലത്തെ വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ തിയേറ്ററിലൂടെ തന്നെ അത് നല്ല റിസൾട്ടുകൾ കിട്ടുമ്പം പാത്ത് കറക്റ്റാണ്. തെറ്റിദ്ധാരണകളിലൂടെയുള്ള പ്രൊജക്ട്സ് ഡിസൈൻഡ് ആവുന്നത് സ്റ്റോപ്പ് ആവാൻ ഇത് കാരണമാവും. ഇപ്പം ആക്ച്വലി ഒരു ഡൾ ഫേസും കൂടിയാണ് ഇൻ ടേംസ് ഓഫ് പ്രൊജക്ട്സ് ഹാപ്പനിങ്. ഇപ്പം എണ്ണത്തിൽ നല്ല രീതിയിൽ കുറവുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഈ വർഷം തുടങ്ങിയിട്ട് ഞാൻ ഒരു 1.5 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. മുന്നേ വർഷങ്ങൾ വരെയാണെങ്കിൽ ഒരു 2-3 സിനിമ അഭിനയിക്കുന്ന ടൈം ആയിട്ടുണ്ട്. ചിലപ്പം മാർക്കറ്റ് പോയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പക്ഷേ ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പം പൊതുവേ സിനിമകൾ കുറവാണ്. ഇത് നമ്മൾ അതിജീവിക്കണം. കോവിഡ് നമ്മൾ ഫൈറ്റ് ചെയ്ത പോലെ തന്നെ ഇതിനോട് ഒന്നിച്ച് നിന്ന് ഇതിൻ്റെ പ്രതിവിധികളും സൊല്യൂഷൻസും കണ്ടുപിടിച്ച് ഒരുമിച്ച് നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് എപ്പോഴും ഞാൻ, ബ്ലെയിംസ് വരുമ്പോൾ നമുക്ക് ഹേർട്ട്ഫുൾ ആണ് അല്ലേ. നമ്മളെല്ലാവരും അടിച്ചാക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ കുറ്റമാണ്, ആരും അങ്ങനെ കുറ്റം വരുത്താനോ അതിനുവേണ്ടി ചെയ്യുന്നതല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ സാങ്കേതിക രംഗത്തും അല്ലാത്ത രംഗത്തും കിട്ടുന്ന അവസരങ്ങളുടെ കുറവ്, അങ്ങനെയുള്ള എല്ലാം വെച്ചിട്ട് വന്നതാണ്. പക്ഷെ പലപ്പോഴും ചർച്ച പോയത് ഒരേ ഒരു വിഷയത്തിൽ ഊന്നിയിട്ടാണെന്ന് മാത്രം. ഒരു വായിച്ചിട്ടില്ല കേട്ടോ ആക്ച്വലി, അത് റിപ്പോർട്ട് വായിച്ചിട്ടില്ല. വന്ന ന്യൂസ് അന്ന് ഫോളോ ചെയ്തിട്ട് ഹെഡ്ലൈൻസ് ഫോളോ ചെയ്തിട്ടുള്ള അറിവേ ഉള്ളൂ. എങ്ങനെയാണ് അജു ഇപ്പം സിനിമയിൽ ഇത്രയും 15 വർഷമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, എന്താണ് അജു കണ്ട ഒരു സിനിമയിലെ സ്ത്രീകളുടെ ഒരു അവസ്ഥ? 2010 ഞാൻ വരുമ്പോൾ ഉള്ള ഫീമെയിൽ പാർട്ടിസിപ്പേഷനിൽ നിന്ന് ഇന്ന് ഞാനിപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്യുന്ന സിനിമയിലോട്ട് നോക്കുമ്പം ഈസിലി 50% മേലെ അത് മാറിയിട്ടുണ്ട്. അതൊരു ഭയങ്കര വെൽക്കമിങ് ചേഞ്ചാണ്. ആ വെൽക്കമിങ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നടിമാരുടെയും റൈറ്റേഴ്സിൻ്റെയും ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് പല മെയിൽ ആക്ടേഴ്സ്, മെയിൽ ഡയറക്ടേഴ്സ്, പല, ഞാനങ്ങനെ ഡിസ്ക്രിമിനേഷൻ വെക്കുന്നില്ല, ഒരുപാട് പേരുടെ സപ്പോർട്ടിലാണ്. അതോടൊപ്പം സൊസൈറ്റിയുടെ ഒരു ചേഞ്ചും വന്നിട്ടുണ്ട് അല്ലേ. പുതിയ തലമുറയുടെ മാറ്റം വരുമ്പം അവർ കാണുന്ന രീതി, അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തത് പോസിറ്റീവ് ഒരു കാര്യത്തിലാണ്. കോൺഫിഡൻ്റ് ആയിട്ട് ഇന്ന് സിനിമയെ സമീപിക്കുന്ന ഒരു തൊഴിലിടമാണെന്ന് വീടുകളിൽ പറയാൻ സ്ത്രീകൾക്ക് ധൈര്യമില്ലേ? അല്ലെങ്കിൽ അവരുടെ പാരൻസ് അതിനെ സമ്മതിക്കുന്ന, ഇപ്പം പണ്ട് നടിമാർ വരാറുണ്ട്, സിംഗേഴ്സ് വരാറുണ്ട് അല്ലേ. ടെക്നിക്കൽ സൈഡിൽ
അങ്ങനെ അധികം കേട്ടിട്ടില്ല, വളരെ ചെറുത്. അതെ അതെ. ഇന്ന് അത് കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പം അത് വളരെ പോസിറ്റീവായിട്ടൊരു ചേഞ്ച് അല്ലേ? അതിന് ഇങ്ങനെയാണല്ലോ എല്ലാ റിഫോർമേഷൻസും ട്രാൻസ്ഫോർമേഷൻസും വരുന്നത്. തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അതിനെ കൃത്യമായി ആരുടെയോ കുറ്റമോ ആരുടെയോ നല്ലതോ എന്നല്ല ഞാൻ ഇവിടെ പറയാൻ നിൽക്കുന്നത്. ബട്ട് ഈ കറക്റ്റ് സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നത് എന്തെങ്കിലും രീതിയിൽ അത് ഗുണമായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുണമുണ്ട്. ബിക്കോസ് പാർട്ടിസിപ്പേഷൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്, സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും പോസിറ്റീവ് ചേഞ്ച്. ഞാൻ 2010 വന്ന ടൈമിൽ ഒരു ഡെസേർട്ടഡ് പ്ലേസ് ആയിരുന്നു, ആണുങ്ങൾ മാത്രമുള്ളത് മലയാള സിനിമ. ചിലപ്പം ഫീമെയിൽ ആക്ടേഴ്സിന്റെ കൂടെയുള്ള ഹെയർ ഡ്രസ്സേഴ്സ് ഉണ്ടാവാം, ഫീമെയിൽ ആക്ടേഴ്സ് ഉണ്ടാവാം അല്ലേ? ഇതല്ലേ ഉള്ളൂ. ഇന്ന് മാറ്റമില്ലേ? എത്രയോ മാറിയിട്ടുണ്ട്. ഇന്ന് എത്രയോ ഡയറക്ടേഴ്സ് സിനിമ ചെയ്യാൻ വരുന്നു. എൻ്റെ അടുത്ത് കഥ പറഞ്ഞ 2 ഡയറക്ടേഴ്സ് ഉണ്ട്. അവർ റൈറ്റർ ഡയറക്ടേഴ്സാണ്. അവർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നാച്ചുറലി ആ എണ്ണം കൂടിയില്ലേ? അപ്പോൾ അത് വളരെ പോസിറ്റീവാണ്. ഇന്ന കാരണം സംഭവിച്ചതോ ഇന്നത് കാരണം അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ, ഫൈൻ. ഒരു നല്ലതിന് വേണ്ടിയാകുമ്പം ലെറ്റ്സ് ആക്സെപ്റ്റ് ഇറ്റ്. അതേ ഉള്ളൂ. WCC എന്ന് പറയുന്നത് ശരിക്കും നമ്മളെപ്പോലുള്ളവർ പുറത്തുനിന്ന് നോക്കുമ്പം സിനിമാ രംഗത്തിന് ആവശ്യം തന്നെയായിരുന്നു. വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ടോയ്ലറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ വസ്ത്രം മാറാൻ സൗകര്യം ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു അവകാശങ്ങളൊക്കെയാണ് അവർ ചോദിച്ച് മുന്നോട്ട് വന്നതും. പക്ഷെ പലപ്പോഴും അവരെ തെറ്റിദ്ധരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അങ്ങനെയല്ലേ ഓരോ പോരാട്ടവും ഓരോ ഫൈറ്റും. ഇപ്പോഴാണ് ഭയങ്കര ഈസി ആയിട്ട് ഒരു കാര്യം, ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഫങ്ഷൻ ചെയ്യുന്ന എന്ത് കാര്യത്തിനെയും ഒന്ന് റെക്ടിഫൈ ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. ബ്രേക്ക് ചെയ്യാനല്ല ഉദ്ദേശമൊന്നും നമുക്കറിയാം. ആ കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫങ്ഷനിങ്ങിനെ റീസ്ട്രക്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് വളരെ ഹിസ്റ്ററിയിൽ ഭാഗമായി മാറിയ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് പാർവതി തിരുവോത്ത് അമ്മ ജനറൽ ബോഡിയിൽ ഇപ്പോഴല്ല 2000 ഏത് ഇയറാന്ന് ഓർക്കുന്നില്ല, ഞാൻ അമ്മയിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഒന്ന് പുള്ളിക്കാരെ ആവശ്യം ജനറൽ ബോഡിയിൽ ഉന്നയിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എനിക്കന്ന് ഞാൻ വിചാരിച്ചു അത് നാച്ചുറലി അത് ആവശ്യമുള്ളൊരു കാര്യമല്ലേ. കാര്യം എനിക്ക് ടോയ്ലറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്ത ടൈം ആയിരുന്നെങ്കിലും വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ക്ലീൻ ആയിട്ടൊരു ബെഡ്റൂം പോലും മോശം. ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് കിടക്കുന്ന സ്ഥലം ഓക്കെ, അത് ആവറേജ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ ഒരു ടോയ്ലറ്റ് അത് ചെറുത് വലിപ്പത്തിൻ്റെ അല്ല, അത് ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും സത്യസന്ധമായിട്ടും. അത് ഒരു പ്രാഥമിക ആവശ്യമാണ് ഒരു മനുഷ്യൻ്റെ. അതിൽ മൊബൈലുള്ളൊരു കാലഘട്ടത്തിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് ഡ്രസ് ചേഞ്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയി മാറും. അപ്പം നമുക്ക് അറിയാം ക്യാമറാസ് ഭയങ്കര നമ്മളുടെ ഒരു പ്രൈവസിയെ കളയുന്നതാണ്. അത് റൈറ്റ് മൂവ് ആയിരുന്നു. അത് അന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ഏലിയൻ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവാം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനെ മുന്നിൽ കണ്ടാണെന്ന് പാർവതി ആണെന്ന് എൻ്റെ ഓർമ്മയിൽ പാർവതിയാണ് അത് ചോദിച്ചത്. കാരവൻ എല്ലാവർക്കും വന്നത് അവിടെ നിന്നിട്ടാണ്. പാർവതിയെ പോലത്തെ ഒരു സ്റ്റേജിലുള്ള ഒരാൾ പറയുമ്പോൾ അതിന് ശ്രദ്ധ കിട്ടുള്ളൂ. സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചും ഹിറ്റ് സിനിമകളൊക്കെ ഭാഗമായ അന്നത്തെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചാർലിയൊക്കെ ആ സമയത്താന്ന് തോന്നുന്നു. അപ്പൊ അത്രയും ഇത് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ പറയുമ്പോൾ ശ്രദ്ധിക്കത്തുള്ളൂ. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. എന്നാൽ ടൊവിനോ തോമസോ നിവിൻ പോളിയോ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും. പാർവതി ഞാൻ ഒന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ മുൻപിൽ നിന്നാണ് പുള്ളിക്കാരി അവിടെ നിന്ന് നടന്നുപോയി ഇതിനെക്കുറിച്ച് ജനറൽ ബോഡി സംസാരിച്ചത്. അപ്പൊ അത് ഇന്ന് നോക്കുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ കാര്യമല്ലേ ചെയ്തേക്കുന്നത്. ആണുങ്ങൾക്കും ഗുണം കിട്ടിയില്ലേ? ഞങ്ങളെ പോലത്തെ ഉള്ള സഹനടന്മാർക്കും അല്ലെങ്കിൽ കഥാപാത്ര വേഷങ്ങളും കൊമേഡിയൻസിനും നമുക്കും പെരുമാറാൻ അങ്ങനെ ഒരു സൗകര്യം കിട്ടിയത് അതുകൊണ്ടായിരിക്കില്ലേ? അല്ലെങ്കിൽ അത് കിട്ടില്ലല്ലോ ചിലപ്പോൾ. അത് എല്ലാവരുടെയും ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അന്ന് അതിനെ എതിർത്ത പ്രൊഡ്യൂസേഴ്സും ഇന്ന് അതിനെ വെൽക്കം ചെയ്തില്ല. കാര്യം അവർക്കും എപ്പോഴും അതാ ഞാൻ പറഞ്ഞു, ഒരു കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പാടാ. പക്ഷെ മുന്നോട്ടുള്ള ഒരു നല്ലൊരു കാര്യത്തിനാകുമ്പം പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം അജു ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചപ്പം വന്നു എന്നുള്ളത് തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ പല ഇതിനു മുന്നേ പറഞ്ഞു വെച്ച ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അവരൊക്കെ തന്നെ പിൻവാങ്ങുക ചെയ്തത്. എൻ്റെ അടുത്ത്
കാരണം കുറച്ച് സമയം കഴിയട്ടെ, ഇപ്പം സംസാരിക്കാൻ താല്പര്യമില്ല. അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ചോദ്യം. പ്രത്യേകിച്ച് ഞങ്ങൾ ട്രൂ കോപ്പിയും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ചോദ്യം അവർ പ്രതീക്ഷിക്കും. അപ്പം അതിന് ഉത്തരം നൽകാനുള്ള വിമുഖതയോ പേടിയോ അറിയാം. സോഷ്യൽ മീഡിയയിൽ അത്തരം കാര്യങ്ങൾ അവരുടെ ഒരു ചിലപ്പോൾ കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വന്നേക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്, ഇല്ല എന്നല്ല. നമ്മളുടെ ഉത്തരങ്ങളെ വളച്ചൊടിക്കുന്ന അതെ അതെ ചിലപ്പോൾ ട്രൂ കോപ്പി തിങ്ക് അത് കറക്റ്റ് ഇടും, ഒരിക്കലും ചിലപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യില്ല. അത്രയും ഹരാസ് ചെയ്യും ഈ കമന്റ്സ് വായിക്കാൻ പോയാ. അത് ചിലപ്പം അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കും. ഈ വ്യക്തികളെ ബാധിക്കുന്നതല്ല, ഇവരോട് കണക്ട് ചെയ്തിരിക്കുന്ന അവരുടെ മക്കൾ, അവരുടെ കൂട്ടുകാര്, അങ്ങനെയൊക്കെ വരുന്നോണ്ടാണ് ആരും ഒന്നിലും ഇപ്പം. പണ്ട് ഈ ആക്സിഡന്റ് പറ്റിയാൽ നമ്മൾ എടുക്കില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാ ഈ വരുന്ന ആളെ പിടിച്ച് പ്രതിയാക്കുന്ന സാഹചര്യം. അതുപോലാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണ്ടല്ലോ. നമുക്ക് ഏതിനും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആ അഭിപ്രായം പറയാൻ നമ്മൾ ഒഴിഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പലരും ഇന്നെടുത്തിരിക്കുന്ന നിലപാട് അതാണ്. എനിക്ക് രാഷ്ട്രീയം പേടിയാണ്. പേടിയെന്നല്ല, ഞാൻ ഇഗ്നോറന്റ് ആണ്. ജീവിതത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പോലും ഒരു വ്യക്തിയിൽ ഉള്ള അയാളുടെ തീരുമാനങ്ങൾക്ക് പറയുന്നത് രാഷ്ട്രീയം എന്നാണ് ഞാൻ വൈകി അറിഞ്ഞത്. ആദ്യം എന്നോട് ചോദിച്ചു രാഷ്ട്രീയം ഉണ്ടോ, ഇല്ല. പിന്നെയാണ് ഇയാൾക്ക് രാഷ്ട്രീയമല്ലേ ജീവിതം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു ജീവിതത്തിൽ രാഷ്ട്രീയം എങ്ങനെ. അത് ചേട്ടാ, നമ്മളുടെ ഈ തീരുമാനങ്ങളുണ്ടല്ലോ, നമ്മൾ ഇന്ന കാര്യങ്ങൾ, നമ്മളെടുക്കുന്ന നിലപാടുകൾ, ഇപ്പം ഇന്ന കാര്യത്തിൽ ചേട്ടൻ ഇങ്ങനെ, അതിനെ പറയുന്ന പേരാണ് രാഷ്ട്രീയം. അതിനും രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. അപ്പൊ മറ്റേത് അത് കക്ഷി രാഷ്ട്രീയം. ഓക്കെ, അപ്പം ഈ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ല. എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് തോന്നിപ്പിച്ചൊരു ഏരിയ അല്ല. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ വളരെ ഏറിപ്പോകുന്ന ഉത്തരങ്ങളായിരിക്കും എൻ്റെ നിന്ന് വരാൻ പോകുന്നത്. അത് മാത്രം ഞാൻ അതുകൊണ്ട്. മറ്റു ഭാഷാ ചിത്രങ്ങളിലേക്കും കൂടെ കടന്നല്ലോ, എങ്ങനെയാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഈ പോസ്റ്റ് കോവിഡിലുള്ള OTTയുടെ വരവോടെ മിന്നൽ മുരളിയൊക്കെ ഇറങ്ങിയ ടൈമിലും ഹൃദയം ഒക്കെ അവിടെ തമിഴ്നാട്ടിലെത്തിയ ഭയങ്കര ഹിറ്റായ വന്നപ്പോൾ ഞാൻ പതുക്കെ ഞാൻ ഭാഗമായി 2 സിനിമകൾ അവിടെ ഭാഗമായി മറ്റു ഭാഷയിൽ കണ്ടു എന്ന് അറിഞ്ഞപ്പം ഒരു നാച്ചുറലി അത്രയും നാളില്ലാത്ത ഒരു ആഗ്രഹം, അത്രയും നാളും മനസ്സിൽ പോലും ആഗ്രഹമില്ലായിരുന്നു തമിഴിൽ ട്രൈ ചെയ്യണമെന്ന്. പക്ഷെ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഈ ബോർഡേഴ്സ് വീക്കെൻഡായി സിനിമകളിലേക്ക് അറ്റ്ലീസ്റ്റ് വേർതിരിക്ക് ഇല്ലാണ്ട് ഞാനപ്പം പോർട്ട്ഫോളിയോ ഒരെണ്ണം റെഡിയാക്കി അത്യാവശ്യം പറ്റുന്ന എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടല്ല, പക്ഷെ യാദൃശ്യമായി നിവിൻ പോളി വഴി റാം സാറിൻ്റെ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അദ്ദേഹം വളരെ നല്ല കഥകൾ ചലച്ചിത്രമാക്കുന്ന ഒരു വ്യക്തിയാണ്. മലയാളികൾക്ക് പെട്ടെന്ന് പറയാൻ പേരൻപ് അദ്ദേഹത്തിന്റെ സിനിമ. അപ്പം കൃത്യമായ ഒരു ഐഡിയോളജിയൊക്കെ ഉള്ളൊരു വർക്ക് ചെയ്യാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെന്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം എനിക്കിവിടെ വിനീതനെ കിട്ടി, ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് മഹേഷ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കിട്ടിയത്. ഇപ്പം തമിഴിൽ പോയപ്പോൾ റാം സാർ. ആ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നതിൽ ആ മെന്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളത് വെറുത്തു പോകും. ആദ്യം നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ. നല്ല ഒരു ക്യാരക്ടറാണ്, ചെറുതാണ്, പക്ഷെ ആ കഥാപാത്രത്തിന് ഒരുപാട് ആത്മാംശം ഉള്ളൊരു ക്യാരക്ടർ. പിന്നെ ഒരെണ്ണം ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഒരു കുറച്ച് ദിവസം കൊണ്ടുണ്ട്. പ്രഭുദേവ സാറും AR റഹ്മാൻ സാറും കൂടെ ഒന്നിച്ചു വരുന്ന സിനിമ. അത് ഡയറക്റ്റ് ചെയ്യുന്നത് ബിഹൈൻഡ് വുഡ്സിന്റെ പ്രൊഡക്ഷനാണ്. അതിന്റെ ഓണർ മനോജ് സാർ തന്നെയാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അതൊരു ടോട്ടലി ഡിഫറെന്റ് എന്റർടൈൻമെന്റ് ജോണറിൽ പെടുന്ന പടമാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറുമാണ്. പിന്നെ മറ്റ് ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നു. ഇപ്പം ഈ വെബ് സീരീസ് അവിടെ കാണുന്നുണ്ട്, നമ്മുടെ ഡബ് ചെയ്ത് തമിഴിലും ചെല്ലുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ മാക്സിമം ആൾക്കാർ കാണുക, അവസരം ചോദിക്കുക എന്നുള്ളത് തന്നെ, അല്ലാതെ കിട്ടില്ല. നമുക്ക് നമ്മുടെ ആവശ്യം പറയാം, എനിക്ക് ചാൻസ് വേണം, തരുമോ. ഒരിക്കൽ കുട്ടേട്ടൻ, നമ്മുടെ നടൻ വിജയരാഘവൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാനിപ്പോഴും സിനിമയിലുണ്ട്, ഞാനൊരിക്കലും നായകനായില്ല, അല്ലെങ്കിൽ എനിക്ക് നായക കഥാപാത്രങ്ങൾ കിട്ടിയില്ല എന്നുള്ളത് എന്നെ ഒരിക്കലും വേദനിപ്പിക്കുന്നില്ല. കാരണം ഞാൻ ഇന്നും സിനിമയിലുണ്ട്. ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് സിനിമയിൽ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. അജുവിനെ സംബന്ധിച്ച് എന്താണ്? ഗുരുക്കന്മാരാണ്, ഞാൻ പറഞ്ഞില്ലേ, വേണുചേട്ടൻ, വേണു സാറ്, ജയദേവ് ശ്രീമാ സാർ,
ലളിതാമ്മ, മാളച്ചേട്ടൻ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്, കുട്ടേട്ടൻ, സിദ്ദിഖേട്ടൻ, ജനാർദ്ദൻ ചേട്ടൻ, ഇവരത്തൊക്കെ ഞാൻ ആസ്പയർ ചെയ്യുന്നതും ഈ ഒരു ലോഞ്ചിവിറ്റിയും വേഴ്സറ്റാലിറ്റിയും ഇവർക്കൊക്കെ ഉള്ള പോലെ നമുക്ക് ഈ അടുത്ത് നിന്ന് കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിച്ച് മാക്സിമം. അപ്പോൾ കുട്ടേട്ടൻ്റെ അടുത്തൊക്കെ ഇതിനെക്കുറിച്ച് ഇരിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. കുട്ടേട്ടൻ എന്നോട് നായകൻ ആവുന്നതിനേക്കാളും ഒരു നടനെ എക്സൈറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതാണെന്നും അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് വളരെ ഇൻ്റർവ്യൂസിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞത്, നായകനാവുന്നത് എന്നെ ഇപ്പം ഈ പറഞ്ഞ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വരുന്ന തിരക്കഥകളിൽ നായക വേഷങ്ങൾ ഓഫേർഡാണ്, വിച്ച് എനിക്ക് ഒട്ടും എക്സൈറ്റിംഗ് അല്ല എനിക്ക്. കാര്യം എനിക്കൊരു മേക്കപ്പ് വ്യത്യാസം വരുത്തുന്നത് ആണ് കുറച്ചും കൂടി താല്പര്യം. 5 മിനിറ്റ് ഉള്ളെങ്കിലും അത് വേറൊരു രൂപത്തിൽ വരുന്നതാണ് എനിക്ക് കുറച്ചും കൂടി എക്സൈറ്റിംഗ്. അത് കുട്ടേട്ടൻ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്കത് ആ ഒരു സൈഡ് ഓഫ് എനിക്ക് മനസ്സിലായി. ചിലർക്ക് മറ്റേതാണ് ഇഷ്ടം, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. എനിക്കതുകൊണ്ട് കുട്ടേട്ടൻ പറഞ്ഞ് ഭയങ്കരമായിട്ട് അത് കണക്റ്റായി. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എക്സ്പ്ലോർ ചെയ്യുക മാക്സിമം, റിപ്പീറ്റഡ് ആവാതിരിക്കുക. 150 രൂപ 200 മുടക്കുന്ന പ്രേക്ഷകൻ വഴക്ക് പറയാതെ പോവുക മിനിമം, അതെങ്കിലും. അതാണ് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും സന്തോഷം. അവരുടെ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ, ആർട്ടിന് അതാണ്. നമുക്ക് അക്കൗണ്ടിൽ വീഴുന്ന കാശ് സന്തോഷം തരും, ഇല്ലാന്ന് ഞാൻ പറയണില്ല, പക്ഷെ അത് തീരുമ്പോൾ സന്തോഷം പോകും. ഇതതുപോലെയല്ല, വിദ്യാഭ്യാസം പോലെ കള്ളന് കട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരിക്കലും നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേഷം അയാളുടെ മരണം വരെയാണെങ്കിലും മരിച്ചു കഴിഞ്ഞും ആ വേഷം നന്നായിരുന്നു തന്നെ പറയുള്ളൂ.